അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ബഹുമാനികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 13. ഇന്നാ നർജു ഇലാ കഅസി ഹൗലിക ലിൽ അതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب الأعربي. ദുനിയാവിൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, അമലുകൾ എഴുതപ്പെട്ട കിതാബുകൾ തുറക്കുന്ന ദിവസം ഞങ്ങൾക്കനുഭവപ്പെടുന്ന ദാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തങ്ങളുടെ ഹൗദിൻ്റെ പാനപാത്രം നബിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഖിയാമത്ത് നാളിൽ നമ്മൾ ദുനിയാവിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബുകൾ നമുക്ക് നൽകപ്പെടും. അന്ന് വല്ലാത്ത ദാഹമുണ്ടാകുമ്പോൾ ആ ദാഹത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ അവിടുന്ന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകും. നബിയെ, ഞങ്ങൾക്ക് അത് നൽകണം എന്നാണ് ഈ വരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, വഇദസ് സുഹുഫു നുശിറത്, ഏടുകൾ നിവർത്തപ്പെടുന്ന ദിവസം, അത് ഖിയാമത്ത് നാളാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ, അതിൽ നിന്ന് നബിയെ ഞങ്ങൾക്കും വെള്ളം വേണം, കാരണം ആ വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗലി മസീറത്തു ഷഹ്രിൻ, എൻ്റെ ഹൗല് അത് വലിയ വലുപ്പമുള്ളതാണ്. ഒരു മാസം സഞ്ചരിച്ചാൽ എത്രത്തോളം ദൂരമുണ്ടാകും അത്രയും വലുതാണ് എൻ്റെ ഹൗല്. മാഉഹു അബിയളു മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും അതിൽ കുടിക്കാനുള്ള പാത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണമറ്റതുമാണ്. മൻ ശരിബ മിൻഹ, അതിൽ നിന്നും ഒരാൾ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് ദാഹിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൗദുൽ കൗസറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഖുർത്തുബി തങ്ങൾ റിപ്പോർട്ട് പറയുന്നത് കാണാം, റസൂലുള്ളാഹിക്ക് 2 ഹൗദുണ്ട്. ഒന്നാമത്തെ ഹൗദ് മഹ്ശറിലാണ്, സിറാത്തു പാലത്തിന് മുമ്പ്. രണ്ടാമത്തേത് സ്വർഗത്തിലുമാണ്. ഈ 2 ഹൗദിനും ഹൗദുൽ കൗസർ എന്നാണ് പേരുള്ളത്. പിന്നെ ഈ ഹൗദ് മീസാനിന് മുമ്പാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. എല്ലാ മനുഷ്യരും നാളെ പുനർജനിപ്പിക്കപ്പെടുന്ന ദിവസം ഖബറുകളിൽ നിന്ന് വലിയ ദാഹമുള്ളവരായിട്ടാകും മഹ്ശറിലേക്ക് പുറപ്പെടുക. അങ്ങനെ ദാഹമുള്ള ആളുകൾക്ക് നൽകപ്പെടുന്ന ആ വെള്ളം ഞങ്ങൾക്കും നബിയെ തങ്ങൾ നൽകണം, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് നാം ആവശ്യപ്പെടുന്നത്. എല്ലാ നബിമാർക്കും ഹൗലുണ്ട്. വ ഇന്നഹും യതബാഹൂന അയ്യുഹും അക്സറു വാരിദത്തൻ, വ ഇന്നഹും യതബാഹൂന അയ്യുഹും അക്സറു വാരിദത്തൻ. ആരുടെ ഹൗലിൻ്റെ അടുത്താണ് കൂടുതൽ ആളുകൾ വരിക എന്നതിൽ ആ നബിമാർ അഭിമാനം പറയും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വ ഇന്നി അർജു അൻ അകൂന അക്സറഹും വാരിദ, നാളെ ആഖിറത്തിൽ എൻ്റെ ഹൗദിൻ്റെ അടുത്ത് കൂടുതൽ ആളുകൾ വരണം, അവർക്ക് വെള്ളം കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതിന് ആവശ്യമായ അമലുകൾ, എല്ലാവർക്കും ഹൗദുൽ കൗസർ കിട്ടില്ല, ആ ഹൗദ് വെള്ളം ലഭിക്കാൻ വേണ്ട ആവശ്യമായ കർമ്മങ്ങൾ നമ്മിൽ നിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന്
ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ സാധുക്കളായ നമുക്കും തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഒരു സബബായി, കാരണമായി നമ്മുടെ മൗലിദ് പാരായണവും നമ്മുടെ സ്വലവാത്തുകളുമെല്ലാം റബ്ബ് തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.